കാക്കൂർ കാളവയൽ കാർഷിക മേള 2026 കുറച്ച് വിഷ്വൽസാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകണം, അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ റേസിംഗ് ട്രാക്കിലാണുള്ളത്. വാ, ഇപ്പം ഞാൻ ചാടി വന്നു. പുറകെ ഇനി ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം കൂടി ഇങ്ങോട്ട് വരവുണ്ടാവും. അത് ഈ ഹൈറ്റിലൊന്നും അല്ല കേട്ടോ, വലിയ ഹൈറ്റിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അതിന് വേണ്ടി ഇങ്ങോട്ട് വന്നേക്കാം. നമുക്ക് ആദ്യം ഒന്ന് ട്രാക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ എല്ലാവരും റേസിംഗ് ബൈക്കുകളുമായിട്ട് അവരവരുടെ റേസിംഗ് ബൈക്കുകളായിട്ട് അവരുടെയൊക്കെ ഇങ്ങനെ തമ്പടിച്ചേക്കണേണ്. പിന്നെ ഇപ്പുറത്ത് ഓട്ടോറിക്ഷയുടെ റേസ് കൊണ്ടിട്ടോ, അതും കാണിച്ചു തരാം. എന്തായാലും അതിലേക്ക് പോകാൻ നമുക്ക്. അപ്പോൾ ഇവിടെ ഡുംഡും റേസ് ആരംഭിക്കാൻ പറ്റും. ഡുംഡുമാണ് ടുംടുമാണോടാ? ടുംഡും എന്ത് വന്നാലും ഇവനാണ്ടായില്ല ആള്, ഞാനല്ല. ടോണിക്കൂട്ടനുണ്ട് നമ്മളിവിടെ. ടോണി ഞാനിവിടെയാണ് കേൾക്കുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ ഡുംടുമും ടുംടുമൊന്നും അല്ല കേട്ടോ, ടുക് ടുക് റേസ് എന്നാണ് ഈ ഓട്ടോ റേസിനെ പറയുന്നത്. അത് ഒരു ഓട്ടോറിക്ഷ ഇറക്കി വിടുള്ളൂ കേട്ടോ. ആ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുന്നുണ്ട് ലാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ, അങ്ങനെയാണ് നോക്കണം. പിന്നെ ഇത് ചാടിക്കൊന്നുമില്ല കേട്ടോ, അതിന് സൈഡിലൂടെ വഴിയിട്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷ അതിൻ്റെ അകത്ത് കൂടി ചാടിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ രസമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഇത്തവണ ഒരു ചേച്ചി പങ്കെടുത്തിട്ടുണ്ട്. ഈ മുന്നേ എനിക്കറിയില്ല കേട്ടോ, ഇത്തവണ ഒരു ചേച്ചി ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും ആ ചേച്ചി പങ്കെടുത്തതിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകരുത്. കുറേ പേരിങ്ങനെ റേസിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓരോന്നായിട്ട് വിടണതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് അതിൻ്റെ എടുത്തിട്ടില്ല. ശേഷം ബൈക്ക് റേസൊക്കെ ഉണ്ട്. ഇതാണ് ചേച്ചി തന്നെ വേണ്ട. ചേച്ചി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഓട്ടോറിക്ഷയുടെ അകത്ത് ഓടിക്കണത്. ഇത് കണ്ടപ്പോൾ ഞാനും ഓർത്തു ഓട്ടോറിക്ഷ എടുത്ത് കൊണ്ടിട്ട് ഓടിക്കായിരുന്നു നമ്മൾ. അത് കണ്ട ചേച്ചിയൊക്കെ പങ്കെടുത്താൽ വലിയ സംഭവിക്കും. അടിപൊളി, എന്തായാലും അടിപൊളി. അല്ല എന്തോ പറയുമെന്ന് പറഞ്ഞാൽ വീഡിയോ ഓണാക്കിയിട്ട് എന്താണ് പറപ്പിച്ചു വിട്, പറപ്പിച്ചു പാപ്പാന്നാ അതിനകത്ത് നോക്കി പറ, ഞാൻ പറപ്പിച്ചു വിടാം. എല്ലാവർക്കും ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും, ബൈക്കിൻ്റെ ആണെങ്കിൽ നോവൈസ്, അങ്ങനെ ഫോറിൻ ക്ലാസ്, ഇന്ത്യൻ ക്ലാസ്, ഹിമാലയൻ, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും റേസിന് മുന്നേ ട്രയൽ റൺ കൊടുക്കൂട്ടാ. ഇത് കറക്റ്റായിട്ട് അറിയണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഓട്ടോറിക്ഷക്കാണെങ്കിലും ബൈക്കിനാണെങ്കിലും എല്ലാവർക്കും ട്രയൽ റൺ കൊടുത്തായിരുന്നു. അതിൻ്റെ ഒരു വിശേഷം ഇതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബാരിക്കേഡിൽ അടുത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ പൊടിയും ചെളിയൊക്കെ തെറിക്കണുണ്ട്. എൻ്റെ തലയിൽ വരെ ചെളി വന്നിരുന്നു, ഒന്നും പറയണ്ട. ഷർട്ടിലൊക്കെ ചെളിയായിരുന്നു. ആൾക്കാരൊക്കെ പൊടിയും ചെളിയും കാരണം വിട്ടുകളയുന്ന സീനാണ്. കാരണം ആ ടേൺ എടുത്തിങ്ങോട്ട് വരുമ്പോൾ ആ പൊടിയും ചെളിയും കൂടി ഒരുമിച്ചാണ് ഇങ്ങോട്ട് നമ്മുടെ മേത്തേക്ക് ഇരിക്കണം. ഞാൻ ആ തെങ്ങിൻ്റെ മറയിൽ നിന്ന് ഇത്തിരി കുറവുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം എനിക്കും കിട്ടിയിട്ടാ. ഇത്തവണത്തെ മെയിൻ വില്ലൻ ഇതായിരുന്നു കേട്ടോ. പലരുടെയും വണ്ടി കംപ്ലൈൻ്റ് ആവുകയും മിസ്സിങ് ആയിട്ട് ഓടിക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥ പലപ്പോഴും കാണുകയുണ്ടായി. എന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇഷ്ടം പോലെ വണ്ടികൾ ഇത്തവണ, എന്താണെന്നറിയില്ല. ഈ ഫൈനൽ ലാപ്പിൽ ഈ ടേണമെന്ന് കണ്ടോട്ടോ, അത് കണ്ടോ തെന്നിപ്പോയി നോക്കിയത്. ഞാൻ സ്ലോ മോഷനിൽ കളിച്ചത്.
അത് തെന്നി കഴിഞ്ഞിട്ടും ഫൈനൽ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റ് എത്താറായിട്ടാണ്. ആ ടൈമിൽ പുള്ളി കുത്തി കയറ്റി ഫസ്റ്റ് കയറിയിട്ടാ. അത് കയറാറ് ഇത് നോക്കിക്കോട്ടാ. ഫ്രണ്ടിൽ കയറി വേണ്ട, വണ്ടിക്ക് ഫ്രണ്ടിൽ കയറി വേണ്ട. ഇവൻ്റെ വണ്ടിയുടെ സൈലൻസർ നോക്കിക്കോട്ടാ. നോക്കി കണ്ട, അത് വിട്ടുപോയി സൈലൻസർ. ഇത്തവണ റേസ് കാണാൻ പോയപ്പോൾ പലരുടെയും വണ്ടി മിസ്സിങ് ആവണതും കംപ്ലൈൻ്റ് ആവണതുമായിട്ട് കുറേ അധികം കാണണ്ടാവുന്നുണ്ട്. അതെന്ത് പറ്റിയെന്ന് എനിക്ക് കാണാം. അങ്ങനെ അത്രയധികം വണ്ടികൾ കംപ്ലൈൻ്റ് ആവണത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം മിസ്സിങ് ആയതിൻ്റെ. പിന്നെ അതുപോലെ അപ്പുറത്തൊരാൾ വണ്ടി തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതുണ്ടാവും. കുറേ വണ്ടികൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിരുന്നു. എന്ത് പറ്റി പറഞ്ഞു ഇത്തവണ. ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി മിസ്സിങ് വന്നിട്ട് കണ്ടാ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത്തവണ കുറേ അങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടാ മുന്നിൽ. എന്ത് പറ്റിയെന്ന് പറഞ്ഞോട്ടോ ഒരു ഐഡിയ ഇല്ല. ഇത്രയധികം വണ്ടികൾ ഇങ്ങനെ ഒരുമിച്ച് അല്ലെ പല ക്ലാസ്സുകളിലായിട്ടുള്ള കാറ്റഗറിയിൽ. പോകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. കാക്കൂർ കാളവയൽ കാർഷിക മേള 2022 നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാക്കൂർ എന്ന് പറയുന്ന സ്ഥലം എറണാകുളം പിറവത്തിനടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. യഥാർത്ഥ ബൈക്ക് റേസിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുള്ളൂ. ഇത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഇത് 3 പേരും അവിടെ ഒരുമിച്ചാണ് പടനായിട്ടാണ് കണ്ടോ. പിന്നെ മാർച്ച് 8 2026 മാർച്ച് 8 അവിടെ കാർ റേസ് ഉണ്ട്. 4 വീലിൻ്റെ റേസ് ഉണ്ട്, ഓട്ടോറിക്ഷയുടെ പോലെ തന്നെ. പിന്നെ കുതിരയോട്ടം ഉണ്ടെന്നും കേട്ടായിരുന്നു. ടൈമിങ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയുള്ളൂ. എന്തായാലും രാവിലെയും വൈകിട്ടായിട്ടായിരിക്കുള്ളൂ. വൈകുന്നേരം കാർ റേസ് ആയിരിക്കുള്ളൂ, രാവിലെ ആയിരിക്കും കുതിരയോട്ടം. അവിടെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. മാർച്ച് 8 ആയിരിക്കും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. വേറെ ആരും രാവിലെ തന്നെ നിങ്ങൾ അറിഞ്ഞാൽ ചെല്ലുക സമയമുണ്ടെങ്കിൽ. എന്തായാലും റേസിൻ്റെ വീഡിയോസ് പുറകെ അടുത്തത് വരുന്നതായിരിക്കും. കിടിലൻ സാധനം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.